Hi students, welcome back to Botany online class. കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് കോംപ്ലക്സ് ടിഷ്യൂസ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ടിഷ്യൂസ് ആർ മേഡ് അപ്പ് ഓഫ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സെൽസ് ആൻഡ് ദീസ് വർക്ക് ടുഗദർ ആസ് എ യൂണിറ്റ്. Xylem and phloem constitute the complex tissues in plants. കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ടൈപ്പ് സെൽസ് ചേർന്നിട്ട് ഒറ്റ യൂണിറ്റായിട്ട് വർക്ക് ചെയ്യും. അതാണ് കോംപ്ലക്സ് ടിഷ്യൂസ്. പ്ലാന്റ്സിലെ കോംപ്ലക്സ് ടിഷ്യൂസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ സൈലവും ഫ്ലോയവുമാണ്. സൈലം ആൻഡ് ഫ്ലോയം കൺസ്റ്റിറ്റ്യൂട്ട് ദ കോംപ്ലക്സ് ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം സൈലത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. സൈലം നിങ്ങൾ കേട്ടിട്ടുണ്ട്, 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 9ലും ഉണ്ട്. ടിഷ്യൂസ് പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിലും 9ലും സൈലത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. വാട്ട്സ് എ ഫങ്ഷൻ ഓഫ് സൈലം? സൈലം ഫങ്ഷൻസ് ആസ് എ കണ്ടക്റ്റിംഗ് ടിഷ്യൂ ഫോർ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട്സ് ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദ പ്ലാന്റ് പാർട്സ്. സൈലത്തിൻ്റെ ഫങ്ഷൻ നമുക്കറിയാം. ഇറ്റ് കണ്ടക്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട്സ് ടു ദ സ്റ്റെം ആൻഡ് ലീവ്സ്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പ്ലാന്റ് പാർട്സ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എലമെൻറ്റ്സ്. ഇപ്പോൾ സൈലം എന്നത് ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊന്നിൽ കൂടുതൽ ടൈപ്പ് സെൽസ് ഉണ്ട്. ഇനി അതിനകത്തുള്ള കമ്പോണൻസ് സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. It is composed of 4 different kinds of elements such as tracheids, vessels, xylem fibers and xylem parenchyma. അപ്പോൾ ഏതൊക്കെയാണ് എലമെൻറ്റ്സ്? ട്രക്കീഡ്, വെസൽസ്, സൈലം ഫൈബേഴ്സ് ആൻഡ് സൈലം പാരൻകൈമ. ജിംനോസ്പേംസ് ലാക്ക് വെസൽസ് ഇൻ ദെയർ സൈലം. ഇനി ജിംനോസ്പേംസിൽ വെസൽസ് ഇല്ല, സൈലത്തിൽ വെസൽസ് ഇല്ല. ട്രക്കീഡും സൈലം ഫൈബറും സൈലം പാരൻകൈമയേ ഉള്ളൂ. ഇനി എന്താണ് ട്രക്കീഡ്സ് എന്ന് നോക്കാം. ട്രക്കീഡ്സ് ആർ ഇലോങ്കേറ്റഡ് ഓർ ട്യൂബ് ലൈക്ക് സെൽസ് വിത്ത് തിക്ക് ആൻഡ് ലിഗ്നിഫൈഡ് വാൾസ് ആൻഡ് ടാപ്പറിംഗ് എൻഡ്സ്. ഇലോങ്കേറ്റഡ് ട്യൂബ് ലൈക്ക് സെൽസ്, നല്ല നീളമുള്ള, കണ്ടു കഴിഞ്ഞാൽ ട്യൂബ് പോലെ തോന്നും. രണ്ടറ്റവും ഇങ്ങനെ കൂർത്തിട്ടിരിക്കും. ടേപ്പറിംഗ് എൻഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും കൂർത്തത്. These are dead cells without protoplasm. Then in flowering plants, tracheids and vessels are the main water transporting elements. അപ്പോൾ ഓർക്കാനുള്ള പോയിൻ്റാണ്. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് മീൻസ് ഇൻ ആൻജിയോസ്പേംസ് ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് ആർ ദ മെയിൻ വാട്ടർ ട്രാൻസ്പോർട്ടിംഗ് എലമെൻറ്റ്സ്. നമ്മൾ സൈലമാണ് വാട്ടർ മിനറൽസും കണ്ടക്ട് ചെയ്യുന്നു എന്ന് പൊതുവേ പറയുന്നത്. പക്ഷേ ആൻജിയോസ്പേംസിൽ വാട്ടർ മിനറൽസും കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ട്രക്കീഡ്സും വെസൽസുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സൈലം തന്നെ, സൈലത്തിലുള്ള എലമെൻസായ ട്രക്കീഡ്സും വെസൽസും ആണ് ആൻജിയോസ്പേംസിൽ വാട്ടർ ട്രാൻസ്പോർട്ടിങ്ങിന് സഹായിക്കുന്നത്. അത് ഓർത്തിരിക്കണം. വെസൽ ഈസ് എ ലോങ് സിലിണ്ട്രിക്കൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ മേഡപ്പ് ഓഫ് മെനി സെൽസ് കാൾഡ് വെസൽ മെമ്പേഴ്സ് ഈച്ച് വിത്ത് ലിഗ്നിഫൈഡ് വാൾസ് ആൻഡ് ലാർജ് സെൻട്രൽ ക്യാവിറ്റി. എ വെസൽ സെൽസ് ആർ ഓൾസോ ഡിവോയ്ഡ് ഓഫ് പ്രോട്ടോപ്ലാസം. നേരത്തെ പറഞ്ഞില്ലേ ട്രക്കീഡ്സിനും എന്തില്ല? ട്രക്കീഡ്സ് ആർ ഡെഡ് ആൻഡ് വിത്തൗട്ട് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞില്ല. അതേപോലെ വെസൽസിനും എന്തില്ല? പ്രോട്ടോപ്ലാസം ഇല്ല. വെസൽ മെമ്പേഴ്സ് ആർ ഇൻ്റർകണക്റ്റഡ് ത്രൂ പെർഫോറേഷൻസ് ഇൻ ദെയർ കോമൺ വാൾസ്. ദ പ്രസൻസ് ഓഫ് വെസൽ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ആൻജിയോസ്പേംസ്. അപ്പോൾ ആൻജിയോസ്പേംസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എന്ത്? പ്രസൻസ് ഓഫ് വെസൽസ്. Then xylem fibers. Xylem fibers have highly thickened walls and are obliterated central lumens. They may be either septate or aseptate. സൈലം ഫൈബർ എന്ന് പറയുന്നത് നല്ല എന്താ പറയുക, അതിൻ്റെ വാൾസ് എന്ന് പറയുന്നത് ഹൈലി തിക്കൻഡ് ആണ്. അതുപോലെ അതിൻ്റെ ചിലപ്പോൾ സെപ്റ്റേറ്റ് ആവാം, ചിലപ്പോൾ സെപ്റ്റേറ്റ് ആയിരിക്കത്തില്ല. സെപ്റ്റ മീൻസ് ഇങ്ങനെ ഒരു എന്താ പറയുക, അതിന് വേർതിരിവ്, സെപ്റ്റ. അപ്പോൾ ചിലതിൽ സെപ്റ്റ കാണും, ചിലതിൽ സെപ്റ്റ കാണത്തില്ല. സൈലം പാരൻകൈമ സെൽസ് ആർ ലിവിങ് ആൻഡ് തിൻ walled and their cell walls are made up of cellulose. They store food materials in the form of starch or fat and other substances like tannins.
സൈലം പാരൻകൈമ എന്ന് പറയുന്നത് ലിവിങ് ആണ്, അതുപോലെ തിൻ വോൾഡ് ആണ്. പിന്നെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ഓർ ഫാറ്റ് ഓർ അതർ സബ്സ്റ്റൻസസ് ലൈക്ക് ടാനിൻ. ഇനി പ്രൈമറി സൈലം ഈസ് ഓഫ് 2 ടൈപ്സ്. ഇനി പ്രൈമറി സൈലവും സെക്കൻഡറി സൈലവും ഉണ്ട്. അതിൽ പ്രൈമറി സൈലം എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, പ്രോട്ടോസൈലം ആൻഡ് മെറ്റാസൈലം. ദ ഫസ്റ്റ് ഫോംഡ് സൈലം എലമെൻറ്റ്സ് ആർ കാൾഡ് പ്രോട്ടോസൈലം. അപ്പോൾ 2 തരത്തിലുള്ള പ്രൈമറി സൈലമുണ്ട്, അതിനെ പ്രോട്ടോസൈലം എന്നും മെറ്റാസൈലം എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി സൈലം എലമെൻറ്റ്സ് ആർ കാൾഡ് പ്രോട്ടോസൈലം ആൻഡ് ദ ലേറ്റർ ഫോംഡ് പ്രൈമറി സൈലം ഈസ് കാൾഡ് മെറ്റാസൈലം. In stem, the protoxylem lies towards the center and the metaxylem lies towards the periphery. ഇനി സ്റ്റെമ്മിലാണെങ്കിൽ the protoxylem എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോംഡ് സൈലം ലൈസ് ടുവേഴ്സ് ദ സെൻറ്റർ. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന സൈലം എങ്ങോട്ടായിരിക്കും എന്നറിയാവോ? സെൻറ്ററിലേക്കായിരിക്കും ഇരിക്കുക. ആൻഡ് ദ മെറ്റാസൈലം മീൻസ് ലേറ്റർ ഫോംഡ് സൈലം. ആദ്യം ഉണ്ടാകുന്ന പ്രോട്ടോസൈലം, പിന്നീട് ഉണ്ടാകുന്ന മെറ്റാസൈലം. ആൻഡ് ദ മെറ്റാസൈലം ലൈസ് ടുവേഴ്സ് ദ പെരിഫറി. മെറ്റാസൈലം എന്ന് പറയുമ്പോൾ അതിങ്ങനെ വെളിയിലോട്ടായിരിക്കും ഇരിക്കുക. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പ്രൈമറി സൈലം ഈസ് കാൾഡ് എൻഡാർച്ച്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് എൻഡാർച്ച് സൈലം എന്നാണ് വിളിക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എൻഡാർച്ചും ഉണ്ട്, എക്സാർച്ചും ഉണ്ട്. അപ്പോൾ എൻഡാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫസ്റ്റ് ഫോംഡ് സൈലം ഓർ പ്രോട്ടോസൈലം lies towards the center and the metaxylem lies towards the periphery of the organ. And this type of primary xylem is called endarch. ഇനി ഇതെവിടെയാണ് കാണപ്പെടുന്നത്? എൻഡാർച്ച് സൈലം സ്റ്റെമ്മിൽ. ഇനി റൂട്ട്സിൽ ദ പ്രോട്ടോസൈലം ലൈസ് ടുവേഴ്സ് ദ പെരിഫറി ആൻഡ് മെറ്റാസൈലം ലൈസ് ടുവേഴ്സ് ദ സെൻറ്റർ. ഇനി റൂട്ട് ആകുമ്പോഴത്തേക്ക് അത് തിരിച്ചു വരും. പ്രൈമറി സൈലം അല്ലെങ്കിൽ പ്രോട്ടോസൈലം പെരിഫറിയിലേക്കും മെറ്റാസൈലം സെൻറ്ററിലേക്കും വരും. സച്ച് അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രൈമറി സൈലം ഈസ് കാൾഡ് എക്സാർച്ച്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻഡാർച്ചും എക്സാർച്ചും. എൻഡാർച്ച് എന്ന് പറയുമ്പോൾ പ്രൈമറി സൈലം ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് പ്രൈമറി സൈലം ഓർ പ്രോട്ടോസൈലം ലൈസ് ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് മെറ്റാസൈലം ലൈസ് ടുവേഴ്സ് ദ പെരിഫറി. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് പ്രൈമറി സൈലം ഈസ് കാൾഡ് എൻഡാർച്ച്. ഇനി റൂട്ടിലാണെങ്കിലോ പ്രോട്ടോസൈലം ലൈസ് ടുവേഴ്സ് ദ പെരിഫറി ആൻഡ് മെറ്റാസൈലം ലൈസ് ടുവേഴ്സ് ദ സെൻറ്റർ. ദിസ് അറേഞ്ച്മെൻറ്റ് ഓഫ് പ്രൈമറി സൈലം ഈസ് കാൾഡ് എക്സാർച്ച്. അപ്പോൾ എൻഡാർച്ചും എക്സാർച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ അപ്പോൾ ഇത്രയായപ്പോൾ സൈലം കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്ലോയമാണ്. ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ് മെറ്റീരിയൽസ് യൂഷ്വലി ഫ്രം ലീവ്സ് ടു ദ അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. നമുക്കറിയാം ഫ്ലോയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതും ഒരു കണ്ടക്റ്റിംഗ് ടിഷ്യൂ ആണ്. എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്? ഫ്ലോയം കണ്ടക്ട്സ് പ്രിപ്പയർഡ് ഫുഡ് ഫ്രം ലീഫ് ടു അതർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ഫ്ലോയം ഇൻ ആൻജിയോസ്പേം ഈസ് കമ്പോസ്ഡ് ഓഫ്. ഫ്ലോയവും ഒരു കോംപ്ലക്സ് ടിഷ്യൂ ആണെന്ന് പറഞ്ഞില്ലേ നേരത്തെ? സൈലം പറഞ്ഞപ്പോൾ അതിനകത്ത് 4 കമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ ഫ്ലോയം ഇൻ ആൻജിയോസ്പേം ഈസ് കമ്പോസ്ഡ് ഓഫ് സീവ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. അപ്പോൾ ഇതിലും 4 കമ്പണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സീവ് ട്യൂബ് എലമെൻറ്റ്സ്, കമ്പാനിയൻ സെൽസ്, ഫ്ലോയം പാരൻകൈമ ആൻഡ് ഫ്ലോയം ഫൈബേഴ്സ്. ജിംനോസ്പേംസ് ഹാവ് ആൽബുമിനസ് സെൽസ് ആൻഡ് സീവ് സെൽസ്. ദേ ലാക്ക് സീവ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽസ്. അപ്പോൾ ജിംനോസ്പേംസിൽ എന്തില്ല? സീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും ഇല്ല. Sieve tube elements are also long tube-like structures arranged longitudinally and are associated with the companion cells. ഇപ്പോൾ സീവ് ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രക്കീഡ്സ് പറഞ്ഞ ഓർമ്മയുണ്ട? ട്രക്കീഡ് പറഞ്ഞില്ലേ? നല്ല ട്യൂബ് പോലെ ഇലോങ്കേറ്റഡ് ആയിട്ടുള്ള എൻസെല്ലാം ഇങ്ങനെ ടേപ്പർ ചെയ്തിരിക്കുന്ന ഒരു സെല്ലാണ്. അതേപോലെ ഇവിടെയും സീവ് ട്യൂബ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഓൾസോ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് അറേഞ്ച്ഡ് ലോഞ്ചിറ്റ്യൂഡിനലി ആൻഡ് ആർ അസോസിയേറ്റഡ് വിത്ത് കമ്പാനിയൻ സെൽസ്. A mature sieve tube element possesses a peripheral cytoplasm and a large vacuole but lacks a nucleus. The functions of sieve tube are controlled by nucleus of the companion cells. sieve tube കൺട്രോൾ ചെയ്യുന്ന ആരാന്നറിയോ?
കമ്പാനിയൻ സെൽസ് ആണ്. ദ കമ്പാനിയൻ സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റസ് സെൽസ് വിച്ച് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് സീവ് ട്യൂബ് എലമെൻറ്റ്സ്. സീവ് ട്യൂബ് എലമെൻറ്റ്സുമായിട്ട് ചേർന്ന് കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് പാരൻകൈമാറ്റസ് സെൽസ് ആണ് ഏത് കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത്. The sieve tube elements and companion cells are connected by pit fields present between their common longitudinal walls. ഇനി കമ്പാനിയൻ സെൽസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഒരിക്കൽ കയറി ചോദിച്ചു കളഞ്ഞതാണ്. ദ കമ്പാനിയൻ സെൽസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഇൻ ദ സീവ് ട്യൂബ്സ്. വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് കമ്പാനിയൻ സെൽസ്? നമ്മൾ നോക്കാതെ വിട്ടുപോകുന്ന പോയിൻ്റാണ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ കമ്പാനിയൻ സെൽസ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഇൻ ദ സീവ് ട്യൂബ്സ്. സീവ് ട്യൂബ്സിനകത്തെ പ്രഷർ ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കമ്പാനിയൻ സെൽസിൻ്റെ ഫങ്ഷൻ. അടുത്തത് ഫ്ലോയം പാരൻകൈമ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ഇലോങ്കേറ്റഡ് ടേപ്പറിംഗ് സിലിണ്ടറിക്കൽ സെൽസ് വിച്ച് ഹാവ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. The cell wall is composed of cellulose and has pits through which parenchyma stores food, material and substances like resins, latex and mucilage. Then അടുത്തത് ഫ്ലോയം പാരൻകൈമ ഈസ് ആബ്സെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ മോണോകോട്ടിൽസ്. മിക്കവാറും മോണോകോട്ടിലെല്ലാം ഫ്ലോയം പാരൻകൈമ ആബ്സെൻ്റ് ആയിരിക്കും. അടുത്തത് ഫ്ലോയം ഫൈബേഴ്സ് ആണ്. ഫ്ലോയം ഫൈബേഴ്സ് ഓർ ബാസ്റ്റ് ഫൈബർ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആർ മേഡ് അപ്പ് ഓഫ് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ്. ദീസ് ആർ ഓൾസോ ഇലോങ്കേറ്റഡ് ആൻഡ് ഹാവ് പോയിൻറ്റഡ് നീഡിൽ ലൈക്ക് അപ്പീസസ്. ദ സെൽ വാൾ ഓഫ് ഫ്ലോയം ഫൈബേഴ്സ് ഈസ് ക്വൈറ്റ് തിക്ക്. അറ്റ് മെച്യൂരിറ്റി ദീസ് ഫൈബേഴ്സ് ലോസ് ദെയർ പ്രോട്ടോപ്ലാസം ആൻഡ് ബിക്കം ഡെഡ്. ജൂട്ട്, ഫ്ലാക്സ്, ഹെമ്പ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫ്ലോയം ഫൈബർ. നമ്മുടെ ചാണകമൊക്കെ ഇല്ലേ, ചാണം, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണെന്നറിയാവോ? നമ്മുടെ ഫ്ലോയം ഫൈബറിന് എക്സാമ്പിളാണ്. ഇനി ദ ഫസ്റ്റ് ഫോംഡ് പ്രൈമറി ഫ്ലോയം ഈസ് കാൾഡ് പ്രോട്ടോഫ്ലോയം ആൻഡ് ലേറ്റർ ഫോംഡ് ഫ്ലോയം ഹാസ് ബിഗ്ഗർ സീവ് ട്യൂബ്സ് ആൻഡ് ഈസ് റെഫേർഡ് ടു ആസ് മെറ്റാഫ്ലോയം. നമ്മൾ പ്രോട്ടോസൈലം മെറ്റാസൈലം പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ ഫസ്റ്റ് ഫോംഡ് ഫ്ലോയം ഈസ് കാൾഡ് പ്രോട്ടോഫ്ലോയം ആൻഡ് ലേറ്റർ ഫോംഡ് ഫ്ലോയം ഈസ് റെഫേർഡ് ടു ആസ് മെറ്റാഫ്ലോയം. ഓക്കെ, അപ്പോൾ ഇത്രയപ്പോൾ നമ്മുടെ കോംപ്ലക്സ് ടിഷ്യൂസ് കഴിഞ്ഞു. ഇനി അടുത്തത് ടിഷ്യൂ സിസ്റ്റമാണ്. ദ ടിഷ്യൂ സിസ്റ്റം. On the basis of structure and location, there are 3 types of tissue systems. These are epidermal tissue system, ground or fundamental tissue system, and vascular or conducting tissue system. അപ്പോൾ on the basis of structure and location, structure means അറിയാലോ, ഘടന, അതുപോലെ പൊസിഷൻ, സ്ഥാനം ഒക്കെ വെച്ചിട്ട് 3 തരത്തിലുള്ള ടിഷ്യൂ സിസ്റ്റംസ് ആണുള്ളത്. ദീസ് ആർ ദ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ഓർ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം, ആൻഡ് ദ തേർഡ് വൺ ദ വാസ്കുലാർ ഓർ കണ്ടക്റ്റിംഗ് ടിഷ്യൂ സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ആദ്യത്തത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. The epidermal tissue system forms the outermost covering of the whole plant body and comprises epidermal cells, stomata, and the epidermal appendages, that is the trichomes and hairs. അപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ബോഡിയെ കവർ ചെയ്ത് ഏറ്റവും പുറമേ ആയിട്ട് കാണപ്പെടുന്ന സെൽസ്, അതിനെയാണ്, ആ ടിഷ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എപ്പിഡെർമൽ. അതായത് പ്ലാന്റ് ബോഡിയുടെ ഏറ്റവും പുറമേയുള്ള സെൽസ്, അതാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഇറ്റ് കംപ്രൈസസ് എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. ഈ 3 കാര്യങ്ങളാണ് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് വരുന്ന സ്റ്റൊമാറ്റയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കംപ്രൈസസ് എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ ആൻഡ് എപ്പിഡെർമൽ അപ്പൻഡേജസ്. എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ അത് ട്രൈക്കോംസും റൂട്ട് ഹെയർസുമാണ്. അത് പറഞ്ഞുതരാം എന്താണ്.
ആദ്യം എപ്പിഡെർമിസ്. ദ എപ്പിഡെർമിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ പ്ലാന്റ് ബോഡി. ഏറ്റവും പുറമേ കാണപ്പെടുന്ന ലെയറാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് ഇലോങ്കേറ്റഡ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് വിച്ച് ഫോം എ കണ്ടിന്യൂസ് ലെയർ. എപ്പിഡെർമിസ് ഇസ് യൂഷ്വലി സിംഗിൾ ലെയേർഡ്. സാധാരണ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് ഒറ്റ വരി കോശങ്ങളെ കാണുള്ളൂ. And these epidermis cells are parenchymatous with a small amount of cytoplasm having a large vacuole. The outside of the epidermis is often covered with a waxy thick layer called cuticle. ഇനി ഈ എപ്പിഡെർമിസിൻ്റെ മുകളിലായിട്ട് ഒരു വരി എന്തുണ്ടെന്നറിയാവോ? ക്യൂട്ടിക്കിൾ, ഒരു വാക്സി കോട്ടിംഗ്. അതിനെ നമ്മൾ ക്യൂട്ടിക്കിൾ എന്നാണ് വിളിക്കുന്നത്. വിച്ച് പ്രിവെൻറ്റ്സ് ദ ലോസ് ഓഫ് വാട്ടർ. ക്യൂട്ടിക്കിൾ ഈസ് ആബ്സെൻ്റ് ഇൻ റൂട്ട്സ്. റൂട്ട്സിൽ ക്യൂട്ടിക്കിൾ ആബ്സെൻ്റ് ആണ്. സ്റ്റൊമാറ്റ ആർ സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ് ഇൻ ദ എപ്പിഡെർമിസ് ഓഫ് ലീവ്സ്. ഇനി ഇലകളിലാണെങ്കിൽ എപ്പിഡെർമിസിൽ എന്തുണ്ടെന്നറിയാവോ? സ്റ്റൊമാറ്റ. നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയും. സ്റ്റൊമാറ്റ റെഗുലേറ്റ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്പിറേഷൻ ആൻഡ് ഗേഷ്യസ് എക്സ്ചേഞ്ച്. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമാറ്റ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. It regulates the process of transpiration. What is transpiration? The loss of water in the form of water vapor through stomata. Minute pores called stomata. അല്ലേ? അപ്പോൾ each stomata is composed of 2 bean-shaped cells known as guard cells which enclose stomatal pore. ഇനി ഒരു സ്റ്റൊമാറ്റയുടെ സ്ട്രക്ചർ എന്താണ്? Each stomata is composed of 2 bean-shaped cells known as guard cells. 2 bean-shaped, bean എന്ന് പറഞ്ഞാൽ അറിയാലോ പയറിൻ്റെ ആകൃതിയിലുള്ള 2 സെൽസ് ഉണ്ട്. അതിനകത്താണ് എന്ത് കാണപ്പെടുന്നത്? സ്റ്റൊമാറ്റൽ പോർ. ഇൻ ഗ്രാസസ് ദ ഗാർഡ് സെൽസ് ആർ ഡംബൽ ഷേപ്ഡ്. ഓർത്തിരിക്കണം, ഗ്രാസസ് മീൻസ് മോണോക്കോട്ട്. ഗ്രാസസ് എന്ന് പറയുമ്പോൾ പുല്ലുവർഗ്ഗ ചെടികളെല്ലാം മോണോക്കോട്ടാണ്. മോണോക്കോട്ടിൽ ഗാർഡ് സെൽസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഡംബലാണ്, ഡംബൽ ഷേപ്പാണ്. ഡൈക്കോട്ടിൽ ബീൻ ഷേപ്പുമാണ്. ദ ഔട്ടർ വാൾസ് ഓഫ് ഗാർഡ് സെൽസ് ആർ തിൻ ആൻഡ് ദ ഇന്നർ വാൾസ് ആർ highly thickened. The guard cells possess chloroplast and regulate the opening and closing of stomata. Then what is the function of guard cells? It regulates the opening and closing of stomata. A few epidermis cells in the vicinity of guard cells become specialized in their shape and size known as subsidiary cells. ഇനി ഇതിനടുത്തുള്ള, അതായത് ഗാർഡ് സെൽസിന് അടുത്തുള്ള ചില സെൽസ് പ്രത്യേക ഷേപ്പിലും സ്ട്രക്ചറിലൊക്കെ ആയിട്ട് മാറും. അതിനെ സബ്സിഡിയറി സെൽസ് എന്നാണ് വിളിക്കുന്നത്. ദ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, ഗാർഡ് സെൽസ് ആൻഡ് ദ സറൗണ്ടിങ് സബ്സിഡിയറി സെൽസ് ആർ ടുഗെദർ കാൾഡ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അപ്പോൾ ഇതിനെ മൂന്നിനെയും കൂടെ ചേർത്ത്, അതായത് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, ഗാർഡ് സെൽസ്, അതുപോലെ സറൗണ്ടിങ് സബ്സിഡിയറി സെൽസ്, ഇതെല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. അപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്ന്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ ടെക്സ്റ്റിലൊരു പടം കാണിച്ചിട്ടുണ്ട്, അതും ചോദിച്ചിട്ടുള്ളതാണ്. പകർത്തി വരച്ച് ലേബൽ ചെയ്യാനൊക്കെ പറയും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് നമ്മുടെ ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഏതാ? എപ്പിഡെർമൽ അപ്പൻഡേജസ്. അതിൽ ട്രൈക്കോംസും ഹെയർസും എന്ന് പറഞ്ഞില്ലേ, അതുകൂടി പറയുമ്പോൾ നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കഴിയും. അപ്പോൾ അതുകൂടി നോക്കാം. ദ സെൽസ് ഓഫ് എപ്പിഡെർമിസ് ബെയർ എ നമ്പർ ഓഫ് ഹെയർസ്. ദ റൂട്ട് ഹെയർസ് ആർ യൂണിസെല്ലാർ എലോങ്കേഷൻസ് ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ആൻഡ് ഹെൽപ്പ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. റൂട്ട് ഹെയർസ് അറിയാലോ, റൂട്ട് നേരത്തെ നമ്മൾ റൂട്ട് പഠിച്ചപ്പോൾ പറഞ്ഞു തന്നു. റൂട്ട് ഹെയർസ് ആണ് യഥാർത്ഥത്തിൽ വാട്ടറും മിനറൽസും അബ്സോർവ് ചെയ്യുന്നതെന്ന്, അല്ലേ? അപ്പോൾ എപ്പിഡെർമിസിലുള്ള യൂണിസെല്ലാർ ഇലോങ്കേഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത്. റൂട്ട് ഹെയർസ് ആർ ദ യൂണിസെല്ലാർ ഇലോങ്കേഷൻസ് ഓഫ് ദ എപ്പിഡെർമൽ സെൽസ് ആൻഡ് ഹെൽപ്പ് അബ്സോർവ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ഇനി ഇതേപോലെ ഔട്ട് ഗ്രോസ് എവിടെ ഉണ്ടെന്നറിയാവോ? സ്റ്റെമ്മിലും ഉണ്ട്. അപ്പോൾ ഈ എപ്പിഡെർമൽ ഔട്ട് ഗ്രോസ് സ്റ്റെമ്മിലുള്ളതിനെയാണ് നമ്മൾ ട്രൈക്കോംസ് എന്ന് വിളിക്കുന്നത്. On the stem, the epidermal hairs are called trichomes. The trichomes in shoot system are usually multicellular. അപ്പോൾ റൂട്ട് ഹെയർസും ട്രൈക്കോംസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ,
റൂട്ട് ഹെയർസ് എന്ന് പറഞ്ഞാൽ റൂട്ടിൽ കാണപ്പെടുന്ന യൂണിസെല്ലുലാർ എലോഗേഷൻസ് ആണ്. അതുപോലെ തന്നെ വിച്ച് ഹെൽപ്സ് ടു അബ്സോർവ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ഇനി സ്റ്റെമ്മിൽ കാണപ്പെടുന്ന എപ്പിഡെർമൽ ഹെയർസ് ആണ് ട്രൈക്കോംസ്. ഓൺ ദ സ്റ്റെം ദ എപ്പിഡെർമൽ ഹെയർസ് ആർ കാൾഡ് ട്രൈക്കോംസ്. അതുപോലെ ദേ ആർ യൂഷ്വലി മൾട്ടി സെല്ലുലാർ. ട്രൈക്കോംസ് ആർ യൂഷ്വലി മൾട്ടി സെല്ലുലാർ. ദേ മേ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്. They may be even be secretory. The trichomes help in preventing water loss due to transpiration. അപ്പോൾ റൂട്ട് ഹെയർസ് വാട്ടർ മിനറൽസ് അബ്സോർവ് ചെയ്യാൻ സഹായിക്കും. ട്രൈക്കോംസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ദ ട്രൈക്കോംസ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് വാട്ടർ ലോസ് ഡ്യൂ ടു ട്രാൻസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ വഴിയുള്ള ജലനഷ്ടം തടയാനാണ് ആര് സഹായിക്കുന്നത്? ട്രൈക്കോംസ് സഹായിക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് കൃത്യമായിട്ട് ഇത് വായിച്ച് നോക്കണം. ആ ചിത്രവും നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇനി അടുത്തത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.